അങ്ങനെ ഇതാ ഇന്ന് അഹിമോന് വാക്സിൻ എടുക്കാൻ പോകുന്ന ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആള് സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഉച്ച വരെ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വാക്സിൻ എടുക്കാൻ പോകാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരു 12-12:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും അവൻ വെറുതെ ലീവാക്കി എടുക്കണ്ടല്ലോ, അല്ല ഇരിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിട്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ സ്കൂളിൽ പോയിട്ട് അവനെ കൂട്ടിയിട്ട് നേരെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കാണാം. അങ്ങനെ ഇതാ ഞാൻ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അഹിമോന്റെ സ്കൂളിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ അതാ വാക്സിനേഷൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ അഹിമോൻ്റെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ എത്തിയ സമയത്ത് അവിടെ കുട്ടികളെല്ലാം കൂടി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് അഹിമോൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് വേഗം പിന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ വെച്ച് കഴിച്ചു കഴിയുന്നവരെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മുല്ലക്കുട്ടീനെ കണ്ടു. മുല്ലക്കുട്ടിക്ക് ഈ കഴിഞ്ഞ കലോത്സവത്തിന് ലളിതഗാനത്തിന് അതുപോലെ തന്നെ ഭരതനാട്യത്തിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഫുഡ് കഴിക്കാൻ പോകുന്ന നേരമായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അഹിമോനെ കൂട്ടിയിട്ട് ഞാൻ നേരെ നമ്മൾ അംഗനവാടിയിലാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നത്. അങ്ങോട്ട് പോയി നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി വാക്സിനേഷനൊക്കെ കൊടുത്തു. ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒക്കെ ഷടപടേന്ന് കഴിഞ്ഞു. അങ്ങനെ ആള് ചെറുതായിട്ടൊന്ന് ഫേസ് ഒന്നിങ്ങനെ ചുളിച്ചു, അല്ലാതെ കരഞ്ഞൊന്നുമില്ല. അങ്ങനെ ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തു കൊടുത്തു. അപ്പോൾ വീട്ടിനുള്ളിലേക്ക് കയറാനൊന്നും ആൾക്ക് നേരെയില്ല. അന്നേരം അവിടെ തന്നെ ഞാൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വാക്സിനേഷനൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാ ആളിതാ ഇവിടെ. അഹി ഇങ്ങോട്ട് വാ. എവിടെ ചെയ്തേ, കാണിച്ചു കൊടുത്തേ. പൊക്കം പറ്റണില്ലേ? ഇവിടെയാണ് ചെയ്തത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല അല്ലേ? കൈ കൊണ്ടെറി. അങ്ങോട്ട് എറിയല്ലേ, ക്ലോക്ക് ഉണ്ട് അവിടെ. പിന്നെന്താ തട്ടിയിട്ടില്ല, തട്ടേനിപ്പോ. മറ്റേ കൈ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ആൾക്ക് കൈക്ക് വേദനയും പനിയും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ ആളിതാ എൻ്റെ മടിയിൽ തന്നെയാണ് ഇരിക്കണത്.